ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ദേ വെളുപ്പിന് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇന്ന് ദേ വീട്ടിലെല്ലാവരുമായിട്ട് ഒരു ചെറിയൊരു വൺ ഡേ ട്രിപ്പ് പോവാം കേട്ടോ. അപ്പോൾ വെളുപ്പിനെ നല്ല തണുപ്പുണ്ട്, 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സൂര്യനൊക്കെ ഉദിച്ച് ദേ മഞ്ഞൊക്കെ ഇറങ്ങി തുടങ്ങി. അപ്പോൾ അതേ ഞങ്ങൾ പോകാനായിട്ടെല്ലാം റെഡിയാണ്. അമ്മ അതേ കഴിച്ചിട്ട് പോകാനുള്ളതും കൊണ്ടുപോകാനുള്ളതും എല്ലാം റെഡിയാക്കി കേട്ടോ. രാവിലെ എണീറ്റ് കുട്ടികൾക്ക് പുറത്തുനിന്ന് ഫുഡ് കൊടുക്കാൻ പറ്റത്തില്ല, അവർക്ക് ചെറിയ ഫുഡിൻ്റെ അലർജി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഫുഡ് നമുക്ക് കൊടുക്കാനും വാങ്ങിക്കാനും പറ്റാത്തതുകൊണ്ട് തന്നെ അമ്മ എല്ലാം റെഡിയാക്കി കേട്ടോ. അപ്പോഴേക്കിനും എന്നോടും കുളിച്ച് റെഡിയാൻ പറഞ്ഞു. അങ്ങനെ ദേ കുളിച്ച് റെഡി ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് മേക്കപ്പൊക്കെ ഇട്ടാലോ, വണ്ടിയൊക്കെ ഓടിച്ച് പോകണ്ടേ അല്ലേ, എന്നാലും കുഴപ്പമില്ല, കുറച്ച് മേക്കപ്പൊക്കെ ഇട്ട് കുറച്ച് സൺസ്ക്രീനൊക്കെ തേച്ചിട്ട് നമുക്കൊന്ന് റെഡിയാകാം. അങ്ങനെ ഞാനെല്ലാം സെറ്റായി റെഡിയാക്കി. ഡ്രൈവർ റെഡി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേ കുട്ടികളെല്ലാവരും വണ്ടിയും താക്കോലും ഒക്കെ ആയിട്ട് വന്നു കേട്ടോ. ദേ അമ്മ കുടിക്കാനുള്ള വെള്ളവും വാഷ് ചെയ്യാനുള്ള വെള്ളവും എന്തിനേറെ പറയുന്നത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദേ ഞങ്ങളെല്ലാവരും പോകാൻ റെഡിയായി. കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ടൂർ പോകാനായിട്ട്. അങ്ങനെ നമ്മൾ ടൂറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പം എൻ്റെ അമ്മയുടെ അത്ത ഉണ്ടായിരുന്നു. അമ്മയുടെ അത്ത, അമ്മയുടെ അമ്മ, അമ്മയുടെ സിസ്റ്റർ, അങ്ങനെ ഞങ്ങളെല്ലാവരുമായിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അമ്മയുടെ അത്തായിക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പള്ളിയിൽ കൊണ്ടുപോയി പുള്ളിക്കാരനെ ഇറക്കി. അങ്ങനെ അമ്മയുടെ അത്തായൊക്കെ എടുത്തുകൊണ്ട് നമ്മളിത് വീണ്ടും യാത്ര തുടരുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അതേ സാമ്പ്രാണിക്കൊടി കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മളിതേ വന്നത് ഇച്ചിരി നേരത്തെയാണ്. അങ്ങനെ വന്നപ്പോൾ തന്നെ ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് ഫാമിലീസൊന്നും ഇല്ല കേട്ടോ, നമ്മൾ മാത്രമേ ഉള്ളൂ. എല്ലാ റീൽസിലും കാണുമ്പോൾ എപ്പോഴും എൻ്റെ അമ്മ പറയും, മോനെ നമുക്കിവിടെ പോകാം, എന്നെ കൊണ്ടുപോകാൻ ആരുമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അത്തച്ച് മരിച്ചതിന് ശേഷം അമ്മ അങ്ങനെ ഇങ്ങനെയൊന്നും പോകാറില്ല. എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് എന്നോടേ പറയാറുള്ളൂ. എന്നെക്കൊണ്ട് അത് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാനതങ്ങോട്ട് നിർവഹിച്ചും കൊടുക്കും. അങ്ങനെ ദേ നമുക്ക് കയറാനുള്ള ബോട്ട് വന്നു കേട്ടോ. ടിക്കറ്റ് അവിടെ നിന്നൊക്കെ എടുത്ത് നമ്മൾ ദേ കയറാനുള്ള ബോട്ടിലൊക്കെ കയറി. അമ്മ ചൂട് ചായയും വെള്ളമൊക്കെ ആയിട്ടാണ് കേട്ടോ കയറിയത്. കുട്ടികളുള്ളതുകൊണ്ട് ഇതെല്ലാം അമ്മ കയ്യിൽ ഹോൾഡ് ചെയ്തേക്കും കേട്ടോ. എനിക്ക് ഭയങ്കര അത്ഭുതം അമ്മയുടെ കാര്യം. ഇവന്മാരുടെ എല്ലാ കാര്യങ്ങളും ഭയങ്കര പക്കായിട്ട് അമ്മ നോക്കും കേട്ടോ. മക്കൾസ് രണ്ടുപേരും ഞങ്ങളാ വണ്ടി ഓടിക്കുന്നതെന്ന് പറഞ്ഞ് ഫ്രണ്ടിൽ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് രാവിലെ ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ അമ്മമാരും എൻ്റെ വീട്ടിൽ നിന്ന് അമ്മച്ചത്തായൊക്കെ കൂട്ടി എവിടെയെങ്കിലുമൊക്കെ പോകുന്നത് എനിക്ക് ഏറ്റവും ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ് കേട്ടോ. അമ്മായിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര സന്തോഷം, കാരണം അവരെ അങ്ങനെയൊന്നും ആരും കൊണ്ടുപോകാനൊന്നുമില്ല. അപ്പം ഞാൻ കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനമാണ് കേട്ടോ. ഇവരെ ഞാനിങ്ങനെ എന്താ പറയുക, ചെമ്മരിയാടുകളെ മേയിച്ചുകൊണ്ട് വന്ന ആട്ടിടേനെ പോലൊക്കെ നമ്മളിങ്ങനെ കൊണ്ടുപോകാന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം. അങ്ങനെ നമ്മളിതേ ആ ഒരു എന്താ പറയുക സ്ഥലത്തെത്തി കേട്ടോ. നമ്മളിവിടെ ദേ ആ ഒരു ചെറിയ തുരുത്തിൽ ഇറക്കി വിട്ടിട്ട് ഈ ബോട്ട് തിരിച്ചു പോകും. പിന്നെ നമ്മളിതേ അവിടെ ഇറങ്ങി. ആദ്യം ഇറങ്ങാൻ നേരം കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കാരണം ആദ്യമായിട്ട് നമ്മളിങ്ങനെയൊക്കെ വരുന്നത് തന്നെ ആദ്യമാണ്. ഇപ്പോൾ കായലിലെ വെള്ളമാണ്, നമുക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഇറങ്ങി കേട്ടോ. ആദ്യം ഇറങ്ങിയപ്പം കല്ലും കക്കയൊക്കെ കാലിൽ നന്നായിട്ട് കൊള്ളുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ചങ്ങോട്ട് നടന്നപ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് മണലായി കേട്ടോ. പിന്നെ അവിടെയുള്ള ചേച്ചിമാരോടൊക്കെ കാര്യം പറഞ്ഞ് കുറേ പേര് അവിടെയൊക്കെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് എന്തായാലും ഇഷ്ടപ്പെട്ടു. കുറച്ചൊക്കെ ആയപ്പോഴത്തേക്കും ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും വെയിൽ അത്യാവശ്യം ചൂടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ചേച്ചി പറഞ്ഞു, ഇതുപോലെ യൂട്യൂബേഴ്സൊക്കെ വന്ന് വീഡിയോ എടുക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു വെറൈറ്റി ഫാമർ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പുള്ളിക്കാരിയുടെ അടുത്തേക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് നേരമൊക്കെ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ബോട്ട്, ഈ ഒരു വള്ളത്തിൽ നമുക്ക് കണ്ടൽക്കാടിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ ചെറിയൊരു സവാരി പോലെ ഉണ്ട് കേട്ടോ. അതിൽ വേണമെങ്കിൽ നമുക്ക് പോകാം. അപ്പം ഞാൻ ആദ്യം പോകണ്ട എന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിലും പിന്നെ കുട്ടികളുടെ നിർബന്ധവും വീട്ടിൽ അമ്മായിക്കും ഒക്കെ ആയിട്ട് ഭയങ്കര താല്പര്യം തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പോയേക്കാം. അതിന് പെർ ഹെഡ് 100 റുപ്പീസ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുട്ടികൾക്കൊന്നും ചാർജ് എടുത്തിട്ടില്ലായിരുന്നു. അത്യാവശ്യം അതും എനിക്ക് ഭയങ്കര നല്ലതായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അതിന് വേണ്ടിയിട്ട് കയറി. അതിന് ഈ ഒരു വലിയ വള്ളത്തിലായിരുന്നു കേട്ടോ. ഇങ്ങനെ ആദ്യമായിട്ടുണ്ട്, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വള്ളത്തിൽ ഇങ്ങനെ യാത്ര ചെയ്തത്. നമ്മളൊരു വള്ളം അവരിങ്ങനെ ബുക്കിൽ എഴുതും കേട്ടോ, നമ്മൾ ഏത് വള്ളത്തിലാണ് കയറുന്നത്, എങ്ങനെയാണ് കയറുന്നത് എന്നുള്ളതൊക്കെ, നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ആ പോർട്ടിൽ നിന്ന് കയറുമ്പോൾ തന്നെ എഴുതി വെക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ വള്ളത്തിൽ വീണ്ടും നമുക്ക് ആ ഒരു കണ്ടൽക്കാടിൻ്റെ നടുക്കിലൂടെ പോകണമെന്നുണ്ടെങ്കിൽ അതും അങ്ങനെ എഴുതിയൊക്കെ വെച്ച് അങ്ങനെ നമ്മളൊരു വള്ളത്തിൽ കയറി കേട്ടോ. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ്, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ വള്ളത്തിൽ കയറുന്നത്. കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് അത്യാവശ്യം പേടി മാറി. അത് വേറൊന്നുമല്ല കേട്ടോ, കുറച്ച് ഭാഗമേ ഇത് ആഴമുള്ളൂ ഈ ഒരു വെള്ളത്തിൽ. ഒരുപാട് ആഴമുള്ള വെള്ളമല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചൊക്കെ ഭയം മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മമാർക്ക് രണ്ടുപേർക്കും ഒരു പേടിയില്ലായിരുന്നു, കാരണം അവർ കൊച്ചിലെ ആ ഒരു വള്ളത്തിലൊക്കെ കയറിയിട്ടുള്ളവരും അത്യാവശ്യം നല്ല നീന്തലറിയാവുന്ന ആൾക്കാരുമാണ് കേട്ടോ. എനിക്ക് ഈ നീന്തലൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ, നമ്മുടെ കയ്യിൽ 3 കുട്ടികളുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇവന്മാരാണെങ്കിലും
ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അഴിച്ചു വിട്ട കാളകളുടെ കൂട്ടാണ് കേട്ടോ, ഒറ്റ പോക്കാണ്. അങ്ങനെ യോമാരെ എല്ലാവരും ഇങ്ങനെ സുരക്ഷിതമായിട്ട് വെച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് നല്ല വെയിലായപ്പോഴത്തേക്കിനും ഉണ്ടായിരുന്നു. വെയിലായതുകൊണ്ട് തോണിക്കാരൻ ചേട്ടൻ നമുക്കാണെങ്കിൽ ഒരു കുട വന്നു കേട്ടോ, കുഞ്ഞു ബേബിനെ കൊണ്ടിരിക്കുന്നതല്ലേ കുട വെച്ചോളാൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ കുറേ അങ്ങനെ ആ ഒരു കണ്ടൽക്കാടിന് ഇടയ്ക്കൂടെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ വീട്ടിലൊക്കെ പോയി കേട്ടോ. അങ്ങനെ നമ്മുടെ വള്ളത്തിൽ നിന്നൊക്കെ നമ്മൾ ഇറങ്ങി കേട്ടോ. നമ്മൾ അവിടുന്ന് കുറച്ച് ഓയിസ്റ്റർ മുരു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫ്രഷായിട്ട് മുരുവറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല വിലക്കുറവിൽ. നല്ല അടിപൊളി കുറേ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളിതേ വള്ളത്തിൽ വന്ന് ഇറങ്ങി. വള്ളക്കാരൻ ചേട്ടൻ നമ്മളെ കൊണ്ടുവന്ന് സേഫായിട്ട് ലാൻഡ് ചെയ്യിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി നമ്മുടെ ബോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓരോ ബോട്ടും വരുന്നതിനനുസരിച്ച് നമ്മൾ കുറച്ച് ആൾക്കാരെയാണ് കേട്ടോ അക്കരയ്ക്ക് എത്തിക്കുക. അങ്ങനെ നമ്മൾ ആ ഒരു ചെറിയ തുരുത്ത് പോലൊരു ഭാഗമുണ്ട്, അവിടെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നതിന് ശേഷം നമുക്ക് ബോട്ട് വന്നു. അപ്പോൾ നമ്മളും വേറെ 2 ഫാമിലീസും ഉണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാവരുമായിട്ട് നമ്മൾ വള്ളത്തിൽ കയറി. നല്ല രസമായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വരുന്നവർ മാക്സിമം ഒന്നുകിൽ തൊപ്പിയോ കൊടയോ ഒക്കെ കയ്യിൽ കരുതാൻ മറക്കണ്ട കേട്ടോ, കാരണം അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ രാവിലെ വന്നുകൊണ്ട് ആ ഒരു രാവിലത്തെ വെയിലിന് വലിയ ചൂടില്ലായിരുന്നു. പിന്നെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് നമ്മൾ തിരികെ കയറിയത്. അപ്പോഴൊക്കെ അത്യാവശ്യം നല്ല ചൂട് വെയിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബോട്ട് ജെട്ടിയിൽ വന്നിറങ്ങുമ്പോൾ ജെട്ടിയിൽ തന്നെ ചെറിയൊരു ഹോട്ടൽ പോലെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ചെറുതായിട്ട് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മച്ചി തുടങ്ങി നമുക്ക് എന്നാൽ ഇപ്പോൾ ഉച്ചയായില്ലേ ഭക്ഷണം കഴിക്കാം. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. വന്ന് കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തായിരുന്നു കേട്ടോ, കാരണം അവരാകെ നനഞ്ഞ് അഷറായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രസ്സൊന്നും മാറിയില്ല. പിന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു, കുട്ടികളെയൊക്കെ റെഡിയാക്കി. ഞങ്ങൾ തൊട്ടടുത്തുള്ള കായലോരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാമിലി റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. അവിടെ കയറി അമ്മച്ചത്തായ്ക്കും അമ്മച്ചമ്മയ്ക്കും മാത്രമേ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കാരണം കുട്ടികൾക്ക് നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്നെല്ലാം പൊതിഞ്ഞെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഫുഡ് വാങ്ങിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് പറയുക, ഞാൻ അവിടുന്ന് കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടും ഏറ്റവും കുറഞ്ഞ പ്രൈസ് എനിക്ക് ആയിട്ടുള്ളൂ കേട്ടോ. ഭയങ്കരമായിട്ട് എനിക്ക് അത്ഭുതം തോന്നി. അത്രയും സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തതിന് ശേഷം കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് നല്ല കിട്ടിലും മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ ഒരു യാത്ര വല്ലപ്പോഴും നല്ലതാണേ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ പോട്ടെ, ടാറ്റാ.